സംസ്ഥാനത്തെ നടക്കിയ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണം 289ആയി. മരിച്ചവരിൽ 27 പേർ കുട്ടികളാണ്. 279 പേരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. 100 പേരെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. കാണാതായവരിൽ 29 കുട്ടികളുമുണ്ട്. ചുരൽമലയെയും മുണ്ടക്കൈയെയും ബന്ധിപ്പിക്കാനായി സൈന്യം നിർമ്മിച്ച ബെയിലി പാലം തുറന്നു. മുണ്ടക്കൈ, വില്ലേജ് റോഡ് എന്നിവിടങ്ങളിലാണ് ഇന്ന് തെരച്ചിൽ പൂർണ്ണമായും നടന്നത്. വിശദമായ വിവരങ്ങൾ നിഷാദ് റാവുത്തർ പങ്കുവയ്ക്കും. ഇന്നത്തെ ദിവസത്തെ തെരച്ചിൽ നടപടികളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. മുണ്ടക്കൈയിലായാലും അല്ലെങ്കിൽ ഈ വില്ലേജ് റോഡിലായാലും എല്ലാമുള്ള തെരച്ചിൽ നടപടികൾ രാത്രിയായതോടെ നിർത്തിവച്ചിരിക്കുന്നു. അന്ന് മാത്രമല്ല, വൈകുന്നേരമായപ്പോൾ ശക്തമായ മഴ പെയ്തുകൊണ്ട് തന്നെ കാര്യമായ തെരച്ചിലുമായിട്ട് പിന്നീട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അതുമാത്രമല്ല, നമ്മൾ ആദ്യത്തെ ദിവസത്തെ നിന്ന് വ്യത്യസ്തമായിട്ട് ഇനിയിപ്പോൾ കണ്ടെടുക്കാൻ ജീവനോടെ ആളുകളെ കണ്ടെത്തുക എന്നത് അസാധ്യമായിരിക്കും എന്ന് ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ്. അതുകൊണ്ട് തന്നെ സാവധാനവും ശരിയാമണ്ണവുമുള്ള തെരച്ചിൽ നടത്തി എന്തുമാത്രമാണ് ഈ ദുരന്തത്തിൻ്റെ ആഘാതം എന്ന് കണ്ടെത്തുക എന്നതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമായിട്ട് ഇപ്പോൾ ദൗത്യ സംഘങ്ങളുടെ മുമ്പിലുള്ളത്. അപ്പം നാളെ അത് ഒരു നിർണായക ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറയാം. കാരണം സൈന്യം ഉണ്ടാക്കിയിട്ടുള്ള താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാവുകയും അതുവഴി ട്രാഫിക് ഓപ്പൺ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആംബുലൻസുകളാണ് രാത്രി അതുവഴി കടന്നു പോകുന്നത്. കൂടുതൽ ഹിറ്റാച്ചുകൾ, കൂറ്റൻ ഹിറ്റാച്ചുകൾ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവ നാളെ രാവിലെ മുതൽ അപ്പുറത്തേക്ക് പ്രവേശിച്ചു തുടങ്ങും. അപ്പോൾ മുണ്ടക്കൈയിലെ ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിച്ച ഏറ്റവും വലിയ ദുരന്ത ഭൂമിയായ മുണ്ടക്കൈയിൽ കൂടുതൽ മിഷനറി ഉപയോഗിച്ചുകൊണ്ടുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരുപക്ഷെ കൂടുതൽ ബോഡികൾ കണ്ടെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ സർക്കാരും ഒപ്പം തന്നെ ദുരന്ത നിവാരണ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളും ഈ രക്ഷാ ദൗത്യ സംഘാംഗങ്ങളും ഒക്കെ നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. മുണ്ടക്കൈയിലെ ദുരന്തം എന്തുമാത്രം വലുതാണ്, പുഞ്ചിരിമട്ടത്തെ ദുരന്തം എന്തുമാത്രം വലുതാണ്, അല്ലെങ്കിൽ വില്ലേജ് റോഡിലെ ദുരന്തം എന്തുമാത്രം വലുതാണ്, ഇതിന് താഴെയൊക്കെ എന്തുമാത്രം മനുഷ്യന്മാരുണ്ട് എന്നറിയാൻ നാളത്തെ ദൗത്യം ഒരു പ്രധാനപ്പെട്ട റോൾ വഹിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഇന്നത്തെ ഇപ്പോൾ നമുക്ക് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ന് വളരെ ചുരുങ്ങിയ കണക്കിൽ മാത്രമേ ബോഡികൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ വില്ലേജ് റോഡായിരുന്നു ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെട്ട സ്ഥലം. അവിടെ നിന്ന് 4 ബോഡിയും ഒരു ബോഡിയുടെ ശരീരഭാഗമാണ് ഇന്ന് കിട്ടിയത്. വില്ലേജ് റോഡിൽ കൂടുതൽ പരിശോധന നടത്തണമെന്നുള്ള ആവശ്യം ഇന്നലെ മുതൽ തന്നെ അവിടുത്തെ ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ തടികളും മറ്റ് ഈ വീടുകളുടെ അവശിഷ്ടങ്ങളും വന്ന് അടിഞ്ഞത് വില്ലേജ് റോഡിലാണ്. അവിടെ താമസിക്കുന്ന ആളുകൾക്കല്ല അപകടം ഉണ്ടായത്. പക്ഷേ ഈ പറയുന്ന ഒരു 2 മുതൽ 3 കിലോമീറ്റർ ദൂരം വരെ പ്രവഹിച്ചു വന്ന ഈ ഉരുൾപൊട്ടൽ ഇതിൻ്റെ ഒരു പോർഷൻ അവസാനിച്ചത് ഈ വില്ലേജ് റോഡിലാണ്. അപ്പോൾ അവിടെ ആവട്ടെ ആദ്യത്തെ ദിവസത്തിൽ, അതായത് വേണ്ടത്ര മിഷനറി ഒന്നും ഇല്ലാതെ നടത്തിയ തരത്തിൽ തന്നെ ഒരു ഡസനോളം ആളുകളുടെ ബോഡി കണ്ടെത്തി. ഇന്ന് ഇപ്പോൾ കൂടുതൽ മരങ്ങളൊക്കെ ഇളക്കി കൂടുതൽ ഹിറ്റാച്ചുകൾ കൊണ്ടുവന്ന് പരിശോധന നടത്തിയപ്പോഴും ഈ 4-5 ബോഡി കിട്ടി. നാളെയും അവിടെ പരിശോധന തുടരും. ഒപ്പം 13-ാം പാലം എന്ന് പറയുന്ന സ്ഥലത്ത് പരിശോധിക്കാനുണ്ട്. കൂടുതൽ സ്പോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് പരിശോധന നടത്തുകയും വികേന്ദ്രീകൃതമായിട്ടുള്ള പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നാളത്തെ ദിവസം നിർണായകമാണ് എന്ന് പറയാം. ഈ ദുരന്തം എന്നായാലും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ തോതിൽ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് എന്നത് മാത്രമല്ല, നമുക്ക് ഈ ബോഡികൾ മുഴുവൻ കണ്ടെടുക്കാൻ കഴിയുന്ന സാധ്യത കുറഞ്ഞു വരുന്നു എന്നതുകൂടി പറയേണ്ട കാര്യമാണ്. കാരണം ഒന്നാമത് മണ്ണിൻ്റെ ഒരുപാട് അടിയിലാണ് മൃതദേഹങ്ങൾ ഉള്ളത് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മൾ എങ്ങനെ കണ്ടെത്തും? ഇപ്പം നായകൾ ഉപയോഗിച്ചുകൊണ്ട് അവ മണം പിടിച്ച് സ്പോട്ട് ചെയ്തിരിക്കുന്ന 15 സ്പോട്ടുകൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അവിടെയാണ് നാളെ പരിശോധന നടത്തുക. അപ്പോൾ അത് എന്തുമാത്രം ഇന്നിപ്പോൾ വൈകുന്നേരം നമ്മൾ ഇപ്പം നിൽക്കുന്നത് ചുരൽമലയിലാണ്. ചുരൽമലയുടെ ഓരത്തുകൂടി വരുന്ന പുഴയുടെ സൈഡിലൊക്കെ നായം മണം പിടിച്ചതിനെ തുടർന്ന് അവിടെ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇത്രയും മണ്ണടിയിലുള്ള ബോഡികൾ എങ്ങനെയാണ് നായക്ക് കണ്ടെത്താൻ കഴിയുക, ഫൗണ്ട് ചെയ്യാൻ കഴിയുക, മീൻസ് അതിനെ മണം പിടിക്കാൻ കഴിയുക എന്നൊക്കെയുള്ള ആശയക്കുഴപ്പം അവിടെ ഉണ്ട്. എന്തായാലും ഇവിടെ എല്ലാം പരിശോധിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ സാമഗ്രികൾ കൊണ്ടുവരുമ്പം വലിയ വീടുകൾ തകർന്നു പോയിട്ടുണ്ട്. ചെറിയ വീടുകളൊന്നുമല്ല, വലിയ ഇരുനില വീടുകളും നല്ല വീടുകളുണ്ടായിരുന്ന വീടുകളാണ് ഒരു പറ്റം വീടുകൾ തകർന്നു പോയത്. അപ്പോൾ അതിൻ്റെ കോൺക്രീറ്റ് പാളികൾ നീക്കുക, കുറേയൊക്കെ ഒലിച്ചു മാറിയിട്ടുണ്ട്. ഇത് നീക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ടാസ്ക് ആയിരിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അതുകൊണ്ട് നാളത്തെ പരിശോധന കഴിയുമ്പോൾ ഒരുപക്ഷെ കുറച്ചുകൂടി വലിയ തരത്തിലേക്ക് നമ്പർ മാറുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം. കണക്കിൻ്റെ കാര്യത്തിൽ ഇന്നിപ്പോൾ മന്ത്രി പറയുന്ന ഒരു നമ്മളോട് വൈകുന്നേരം സംസാരിക്കും മന്ത്രി കെ രാജൻ പറയുന്നുണ്ട്, ഇപ്പോൾ സർക്കാരിന് മുമ്പിൽ ഒരു കണക്കുണ്ട്. പക്ഷേ ആ കണക്ക് എന്തുമാത്രം ശരിയാണെന്ന് സർക്കാർ തന്നെയും സമ്മതിക്കുന്നില്ല. കാരണം റവന്യൂ മന്ത്രി പറഞ്ഞത് ഒരു ക്ലെയിം ഈ കാര്യത്തിൽ ശരിയാവണ്ണം വന്നിട്ടില്ല. ഞങ്ങളുടെ ഇന്ന ബന്ധുക്കളെ കാണുന്നില്ല, സഹോദരിയെ, മക്കളെ അല്ലെങ്കിൽ അച്ഛനെ അമ്മയെ കാണുന്നില്ല എന്നുള്ളൊരു ക്ലെയിം ആളുകളുടെ ഭാഗത്ത് നിന്ന് പൂർണ്ണമായും വന്നു തുടങ്ങിയിട്ടില്ല. അങ്ങനെ വരാത്തതിന് പല കാരണങ്ങളുണ്ട്. ഒന്നിപ്പോൾ ആളുകൾ ക്യാമ്പിലാണുള്ളത്. ക്യാമ്പിലുള്ള ആളുകൾ വല്ലാത്തൊരു ട്രോമ അനുഭവിക്കാമെന്ന് നമുക്കറിയാം. അവർക്ക് ഇപ്പോൾ എല്ലാ കാര്യങ്ങളൊന്നും പ്രോപ്പറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ലാത്ത സാഹചര്യമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരം ആളുകളുമായിട്ട് നിങ്ങൾ മിങ്കിൾ ചെയ്യുന്നത്, അവരെ എക്സ്പോസ് ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്ന് സർക്കാർ പറയുന്നതിൻ്റെ കാരണം കൂടിയതാണ്. അവർ നേരിടുന്ന ഇപ്പോഴത്തെ ട്രോമയെ നമ്മൾ ആ നിലയ്ക്ക് നേരെ എടുത്ത് പുറംലോകത്തെ കാണിക്കുന്നതിൽ പ്രശ്നമുണ്ട് എന്ന മട്ടിൽ അവിടെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്ലെയിം ഈ പരാതികൾ കിട്ടുന്നില്ല എന്നുള്ള ഇൻഫർമേഷൻസ് സർക്കാരിന് മുമ്പിൽ വന്നിട്ടില്ല.
മറ്റൊന്ന് ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ടോ, മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്നവരുണ്ടോ, ഒറ്റ ദിവസത്തേക്ക് വന്നവരുണ്ടോ, പിന്നെ ആളുകൾക്ക് തന്നെയും പല സ്ഥലത്തും ഇപ്പോൾ ഒരു അപകടം ഉണ്ടായാലും ഇന്ന സ്ഥലത്ത് ഇന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കാൻ ആ പ്രദേശത്ത് അവശേഷിച്ച ആളുകളുണ്ട്. അപ്പോൾ ഒരു സോണിൽ മുഴുവൻ പേരും ടോട്ടൽ ലോസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ആളുകൾ എവിടെ ഇൻഫർമേഷൻസ് എടുക്കാൻ പറ്റണം. അതുകൊണ്ട് ഗവൺമെൻറ് ഇപ്പോൾ ഈ വോട്ടർ പട്ടിക വഴിയും ഒപ്പം തന്നെ റേഷൻ കാർഡ് വഴിയൊക്കെ കണക്കെടുക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അപ്പോൾ കുറേ കഴിയുമ്പോൾ ഒരു ശരിയായ പിക്ചർ കാണാതായ ആളുകളെക്കുറിച്ച് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇതിനകത്ത് എന്തുമാത്രം ആളുകൾ മിസ്സിംഗ് ആണ് എന്ന കാര്യത്തിൽ വ്യക്തത വരാൻ പറ്റുള്ളൂ. ആ മിസ്സിംഗ് ആയ ആളുകൾ എന്തുമാത്രം ഉണ്ട്, കിട്ടിയ ആളുകൾ എത്രയാണ്, നമ്മൾ എത്ര ദിവസം തെരച്ചിൽ നടത്തും എന്നൊക്കെ നോക്കിയിട്ട് വേണം എന്താണ് ആളുകൾ ഇനി ബാക്കി കിട്ടാനുള്ളത്, എന്തുമാത്രം ആളുകളാണ് ഇതിന് എഫക്റ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ എവിടെയൊക്കെയാണ് തെരച്ചിൽ നടത്തുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ആളുകൾ ഇങ്ങനെ പോയി അടിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ കണ്ടെടുക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് തന്നെ പ്രയാസമായിരിക്കും. അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ തെരച്ചിൽ പൂർണ്ണമാക്കാതെ നമ്മളിപ്പോൾ പുത്തുമലയിലും കവളപ്പാറയിലും ഒക്കെ കണ്ട പോലെ അവസാനിപ്പിക്കേണ്ടി വരുമെന്നാണ് ഇവിടുത്തെ സാഹചര്യം കാണുമ്പോൾ തോന്നുന്നത്. പിന്നെ ഇവിടുത്തെ ടെറൈൻ കുറച്ച് വളരെ മോശമാണ്. കാലാവസ്ഥ മഴ നിരന്തരമായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുമോ എന്നുള്ള സംഗതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കണക്കുകളുടെ കാര്യത്തിൽ എന്തായാലും കേരളം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമായി ഇത് മാറും എന്നതിൽ തർക്കമില്ല. കാരണം ഇപ്പോൾ തന്നെ നമ്മൾ 300-ലേക്ക് വളരെ വേഗത്തിൽ മരണസംഖ്യ അടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. ഇനിയും ഒരു 190 പേരെങ്കിലും കാണാനില്ല എന്നുള്ള ഇൻഫർമേഷനാണ് സർക്കാരിൻ്റെ മുമ്പിലുള്ളത്. 10,000-ഓളം ആളുകൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശത്തുണ്ടായ വലിയ അപകടമാണ്. ഇത്രയൊന്നും മരണം സംഭവിച്ചാൽ പോരാ എന്ന് ഇവിടുത്തെ ആളുകൾ പറയുന്നുണ്ട്. ഇപ്പോൾ മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം ഈ മേഖലയിലൊക്കെ ആളുകൾ ഒരുപാട് സജീവമായിട്ടുണ്ടായിരുന്ന ആളുകൾ സജീവമായി വസിച്ചിരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള അപകടത്തിൻ്റെ കാഷ്വാലിറ്റി എന്തുമാത്രം പോയിട്ടുണ്ടെന്നറിയാൻ ഒരുപക്ഷെ ഇനിയും സമയമെടുത്തേക്കും എന്നതാണ് പ്രധാന കാര്യം.